UGC നെറ്റ് അതുപോലെ തന്നെ കേട്ടറ്റ് സെറ്റ് എന്നീ പരീക്ഷകൾക്ക് വരുന്ന മലയാളം ചോദ്യപേപ്പറുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. AP ശശിധരൻ ഷാജി വലിയാട്ടിൽ എന്ന് പറഞ്ഞ ആളുടെ ബുക്കാണ്. പക്ഷെ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ആ ബുക്കില്ല, കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ ഫോട്ടോ കോപ്പി എടുത്തേക്കാണ്. ഒരു 50 ചോദ്യങ്ങൾ വെച്ച് ഒരു സ്ട്രക്ചറിൽ നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇത് എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല, ഇതൊരു തുടക്കമായതുകൊണ്ട്. പക്ഷേ ഇത് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള മലയാളത്തിൻ്റെ വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഭാഷാ ചരിത്രത്തിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്തോ അല്ലെങ്കിൽ റിവിഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഇത് നോക്കാം. സംസ്കൃതവും ദക്ഷിണേന്ത്യൻ ഭാഷകളും ഏകഗോത്ര ജനകമല്ലെന്ന് ആദ്യം പറഞ്ഞത് ആരാണെന്നാണ്. എന്നുവെച്ചാൽ സംസ്കൃതവും ദക്ഷിണേന്ത്യൻ ഭാഷകളും ഏകഗോത്ര ജനകങ്ങളല്ലെന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് FW എലിസ് എന്നാണ് കേട്ടോ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദ്രാവിഡ കുടുംബത്തിൽ തമിഴിൻ്റെ ഉപശാഖയാണ് മലയാളം എന്നാദ്യമായി പറഞ്ഞത് ആരാണ്? ഡോക്ടർ റോബർട്ട് കാൾട്ടിൻ. ദ്രാവിഡ കുടുംബത്തിൽ തമിഴിൻ്റെ ഉപശാഖയാണ് മലയാളം എന്നാദ്യമായി പറയുന്നത് ആരാണ്? അതാരാണ്? ഡോക്ടർ റോബർട്ട് കാൾട്ടിൻ. ഏത് പദത്തെ അടിസ്ഥാനമാക്കിയാണ് കാൾട്ടിൻ തമിഴ് മലയാള ബന്ധം സ്ഥാപിക്കുന്നത്? കിഴക്ക്. നോക്കൂ, ഏത് പദത്തെ അടിസ്ഥാനമാക്കിയാണ് കാൾട്ടിൻ തമിഴ് മലയാള ബന്ധം സ്ഥാപിക്കുന്നത്? കിഴക്ക് എന്നാണ് കേട്ടോ ഉത്തരം. ഭാഷോൽപത്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആറ്റൂരിൻ്റെ കൃതികൾ. എന്താ ഭാഷോൽപത്തിവാദത്തിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്ന ആറ്റൂരിൻ്റെ കൃതികൾ എന്തൊക്കെയാണെന്നാണ്? മലയാള ഭാഷയും സാഹിത്യവും ഭാഷാ സാഹിത്യ ചരിത്രം. 2 ബുക്കാണ് ആറ്റൂരിൻ്റെ ഉള്ളത്. മലയാള ഭാഷയും സാഹിത്യവും ഭാഷാ സാഹിത്യ ചരിത്രവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആറ്റൂർ കൃഷ്ണപിഷാരടി അവതരിക്കുന്ന ഭാഷാ ഉൽപ്പത്തിവാദം. ആരാണ്? ആറ്റൂർ കൃഷ്ണപിഷാരടി അവതരിപ്പിക്കുന്ന ഭാഷോൽപ്പത്തിവാദം എന്ന് പറയുന്നത് ഏതാണ്? മലയാളം ആദ്യ ദ്രാവിഡത്തിൻ്റെ സ്വതന്ത്ര ശാഖയാണ്. എന്താണ്? മലയാളം ആദ്യ ദ്രാവിഡത്തിൻ്റെ സ്വതന്ത്ര ശാഖയാണ്. ഇത് പറഞ്ഞത് ആരാണ്? ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ് കേട്ടോ. ഏത് കൃതിയിലാണ് ഇളംകുളം മിശ്രഭാഷാവാദം അവതരിപ്പിക്കുന്നത്? ഏത് കൃതിയിലാണ് ഇളംകുളം മിശ്രഭാഷാവാദം അവതരിപ്പിക്കുന്നത്? കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങളിലാണ് ഇളംകുളം മിശ്രഭാഷാവാദം അവതരിപ്പിക്കുന്നത് കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങളിലാണ് കേട്ടോ. അതുപോലെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഭാഷാ സംക്രമണവാദം അവതരിപ്പിക്കുന്നത് ആരെന്നാണ്? ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ഡോക്ടർ CL ആൻ്റണിയാണ്. ഭാഷാ സംക്രമണവാദം അവതരിപ്പിക്കുന്നത് ആരാണ്? ഡോക്ടർ CL ആൻ്റണിയാണ്. അതുപോലെ തന്നെ കേരള പാണിനീയത്തിൽ ഏത് ഭാഗത്താണ് ഭാഷോൽപത്തി ചർച്ച ചെയ്യുന്നത്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. കേരള പാണിനീയത്തിൽ ഏത് ഭാഗത്താണ് ഭാഷോൽപത്തി ചർച്ച ചെയ്യുന്നത്? ഏത് ഭാഗത്തിലാണ്? പീഠിക എന്ന് പറയുന്ന ഭാഗത്തിലാണ് ചർച്ച ചെയ്യുന്നത്. അടുത്ത ചോദ്യം, P ഗോവിന്ദപിള്ള ഘട്ടവിഭജനം നടത്തിയത് ഏത് കൃതിയിലാണ്? P ഗോവിന്ദപിള്ള ഘട്ടവിഭജനം നടത്തിയത് ഏത് കൃതിയിലാണ്? മലയാള ഭാഷാ ചരിത്രം. അപ്പോൾ P ഗോവിന്ദപിള്ളയുടെ ആണ് എന്ത്? മലയാള ഭാഷാ ചരിത്രം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പരതന്ത്രഘട്ടം, സ്വതന്ത്രഘട്ടം എന്നിങ്ങനെ ഭാഷയ്ക്ക് ഘട്ടങ്ങൾ കൽപ്പിച്ചത് ആരാണ്? എന്താ? പരതന്ത്രഘട്ടം, സ്വതന്ത്രഘട്ടം എന്ന് തിരിച്ചതാരൊക്കെയാ? ഡോക്ടർ CL ആൻ്റണിയാണ്. ആരാണ്? ഡോക്ടർ CL ആൻ്റണി. പ്രാചീനം ആധുനികം എന്ന് 2 മലയാളങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞത് ആരാണ്? പ്രാചീന മലയാളം, അങ്ങനെ 2 മലയാളം ഉള്ളൂ എന്ന് പറഞ്ഞത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. ആരാണ്? ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. അതുപോലെ തന്നെ കോവുണ്ണി നെടുങ്ങാടി അവതരിപ്പിക്കുന്ന ഭാഷോൽപത്തിവാദം. ആരാണ്? കോവുണ്ണി നെടുങ്ങാടി. സംസ്കൃത ജന്യവാദമാണ് ആൾ അവതരിപ്പിച്ചത്. എന്താണ്? സംസ്കൃത ജന്യവാദം. അടുത്തത് സംക്രമണവാദം ചർച്ച ചെയ്യുന്ന CL ആൻ്റണിയുടെ കൃതി. എന്താണ്? സംക്രമണവാദം ചർച്ച ചെയ്യുന്ന CL ആൻ്റണിയുടെ കൃതി എന്ന് പറയുന്നത് ഭാഷാഗദ്യമാണ് കേട്ടോ. ചർച്ച ചെയ്യുന്ന കൃതി എന്ന് പറയുന്നത് CL ആൻ്റണിയുടെയാണ്. എന്തായിരുന്നു? ഭാഷാഗദ്യം എന്നുള്ളത് കേട്ടോ. അടുത്തത്, മണിപ്രവാളത്തിൽ നിന്നാണ് മലയാള ഭാഷയുടെ ഉൽപ്പത്തി എന്ന് നിരീക്ഷിക്കുന്നത് ആരാണ്? മണിപ്രവാളത്തിൽ നിന്നാണ് എന്ത്? മലയാള ഭാഷ വന്നതെന്ന് പറയുന്നത് ഇളംകുളം PN കുഞ്ഞമ്പിള്ളയാണ്. ആരാണ്? ഇളംകുളം PN കുഞ്ഞമ്പിള്ള. കേരളദേശത്തിന് സംസ്കൃതത്തിലെ പ്രസിദ്ധ നാമം ഏതാണെന്ന് അടുത്ത ചോദ്യം. ഭാർഗവ ക്ഷേത്രം എന്നാണ് കേട്ടോ ഉത്തരം. കേരളദേശത്തിന് സംസ്കൃതത്തിലെ പ്രസിദ്ധ നാമം എന്നത് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഭാർഗവ ക്ഷേത്രം എന്നാണ്. അതുപോലെ കേരളത്തെ 7 നാടുകളായി കാണുന്ന പ്രാചീന തമിഴ് കൃതി ഏതാണ്? കേരളത്തെ 7 നാടുകളായി കാണുന്ന പ്രാചീന തമിഴ് കൃതി എല്ലാവർക്കും അറിയാം, തൊൽക്കാപ്പിയമാണ്. അതുപോലെ തന്നെ ദ്രാവിഡ ഭാഷകൾക്ക് ആദ്യമായി ഒരു കുടുംബ വൃക്ഷം വരച്ചത് ആരാണ്? AR രാജരാജവർമ്മ. ദ്രാവിഡ ഭാഷകൾക്ക് ആദ്യമായിട്ട് എന്താണ്
ഒരു കുടുംബ വൃക്ഷം വരച്ചതാരാണ്? AR രാജരാജവർമ്മ. ദ്രാവിഡ ഭാഷാ കുടുംബം എന്ന പേര് നൽകിയത് ആരാണ്? റോബർട്ട് കാൾട്ടിൻ. ദ്രാവിഡ ഭാഷാ കുടുംബം എന്ന പേര് നൽകിയത് റോബർട്ട് കാൾട്ടിൻ ആണ്. അതുപോലെ തന്നെ ദ്രാവിഡ ഭാഷകൾ എന്നതുകൊണ്ട് കാൾട്ടിൻ ഉദ്ദേശിച്ചത്, ദ്രാവിഡ ഭാഷ എന്ന പേര് നൽകി, അതെന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചത്? സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജ് എന്നാണ് ദ്രാവിഡ ഭാഷകൾ എന്നതുകൊണ്ട് കാൾട്ടിൻ ഉദ്ദേശിച്ചത് സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജ് എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ ശാസനം ഏതാണെന്ന് അടുത്ത ചോദ്യം. ലഭിച്ചതിൽ വെച്ച് ഏറ്റവും പ്രാചീനമായ ശാസനം വാഴപ്പള്ളി ശാസനമാണ് കേട്ടോ. വാഴപ്പള്ളി ശാസനം ആരുടേതാണ്? രാജശേഖരൻ. ഏറ്റവും പഴയ ശാസനം വാഴപ്പള്ളിയാണ്. അതിൽ ആരാണത് എഴുതിയിട്ടുള്ളത്? രാജശേഖരനാണ് കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മഹാബലിയെ ചരിത്ര പുരുഷനാക്കിക്കൊണ്ട് ഭാഷോൽപത്തി ചർച്ച ചെയ്യുന്നത് ആരാണ്? മഹാബലിയെ ചരിത്ര പുരുഷനാക്കിക്കൊണ്ട് ഭാഷോൽപത്തി ചർച്ച ചെയ്യുന്നത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. അപ്പോൾ ആറ്റൂർ കൃഷ്ണപിഷാരടിയെ പറ്റി ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രാകൃതത്തിൽ നിന്നാണ് എല്ലാ ഭാരതീയ ഭാഷകളും ഉണ്ടായതെന്ന് പറയുന്നത് ആരാണ്? വടക്കങ്കൂർ രാജരാജവർമ്മ. പ്രാകൃതത്തിൽ നിന്നാണ് എല്ലാ ഭാരതീയ ഭാഷകളും ഉണ്ടായതെന്ന് പറയുന്നത് ആരാണ്? വടക്കങ്കൂർ രാജരാജവർമ്മ. അടുത്തത് ശരീരം, ആത്മാവ് എന്നീ പദങ്ങളെ അടിസ്ഥാനമാക്കി ഭാഷോൽപത്തി ചർച്ച ചെയ്യുന്നത് എന്താണെന്ന്. അതാരാണ്? വടക്കങ്കൂർ രാജരാജവർമ്മ. ശരീരം, ആത്മാവ് എന്നീ പദങ്ങൾ അടിസ്ഥാനമാക്കി ഭാഷോൽപത്തി ചർച്ച ചെയ്യുന്നത് ആരാണ്? വടക്കങ്കൂർ രാജരാജവർമ്മയാണ് ആ കാര്യം ചർച്ച ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ തുടർന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം നമ്മൾ ഈ പുസ്തകത്തിലെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വീഡിയോസിനകത്ത് പറയുന്നതാണ് പറയാണ്. കാരണം ഈ ബുക്ക് കിട്ടാനില്ല. പിന്നെ യൂട്യൂബിലൊക്കെ മലയാളത്തിൻ്റെ കിട്ടുന്നത് ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ ഇന്ന് UGC നെറ്റിനും സെറ്റിനും അതുപോലെ തന്നെ കേട്ടറ്റിനും ഒക്കെ വരുന്ന മലയാളം ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഇനി ഇത് തുടർന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.